ഒരു 10ാം ക്ലാസ്സുകാരൻ ഒരു വഴക്കിനിടയിൽ അവളോട് ഒറ്റ ചോദ്യമാണ്, ഈ അടുക്കളയിൽ കിടക്കുന്ന അമ്മയ്ക്ക് എന്നാ അറിയാമെന്നായി പറഞ്ഞത്. എന്റെ കുഞ്ഞിന് അങ്ങനത്തെ അവസ്ഥ. പപ്പ അമ്മയെ കഴിക്കുന്ന ഗുളികകൾ എന്തിന്റെ എല്ലാമാണ്. പോത്തൻകോട് ലക്ഷ്മിവിലാസം ഹൈസ്കൂളിൽ ഇന്ന് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി വിപുലമായ മോട്ടിവേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. മനസ്സൊരുക്കം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പരിപാടി നയിക്കാനെത്തിയത് പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ ശ്രീ സാജൻ പാപ്പച്ചനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടുന്ന വലിയൊരു ജനസദസ്സാണ് വിദ്യാലയത്തിൽ എത്തിയത്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന അമ്മ ആഗ്രഹിക്കുന്നത് ആരെങ്കിലും കടുങ്കാപ്പിട്ടുണ്ടെന്നാ കൊള്ളാവുന്ന, പക്ഷേ അവര് തന്നെ ബാഗ് വെച്ചിട്ട് ഡ്രസ്സ് മാറിട്ട് അടുക്കളയിൽ കയറണം, ഗ്യാസ് കത്തിച്ച് കടുങ്കാപ്പിയിട്ട് അവിടെ തന്നെ ആ സെറ്റിയിലേക്ക് ഇരിക്കുമ്പോഴാണ് അവിടെ ഇരിക്കുന്നത് വൈകിട്ടത്തേക്ക് ഉണ്ടാക്കുന്നത്. അവിടെ തിരക്കിലാണ്. അയാൾ അതിനും തിരക്കിലാണ്. അയാൾക്ക് വിശ്രമിക്കാൻ നേരമില്ല. കിട്ടാത്ത വിശ്രമത്തിന്മേലാണ് ഒരു വീട് കിടന്ന് അലച്ചോണ്ടിരിക്കുന്നത്. ഇത്തിരി സ്വസ്ഥതയും വിശ്രമവും വേണമെന്ന ആഗ്രഹത്തിന്റെ മേല ഒരു വീട് കിടന്ന് അലച്ചോണ്ടിരിക്കുന്നത് എന്നോട് ഞങ്ങൾ പറയാതെ പോയി. PTA പ്രസിഡന്റ് നയന ഷമീർ, ഹെഡ് മിസ്ട്രസ് അനീഷ് ജ്യോതി ടീച്ചർ, മാനേജർ രമ ടീച്ചർ, മാനേജ്മെന്റ് പ്രതിനിധി പ്രവീൺ സാർ എന്നിവർ അടങ്ങിയതായിരുന്നു വേദി. എന്നാൽ കേവലമൊരു മോട്ടിവേഷൻ ക്ലാസ് എന്നതിലുപരി അങ്ങേയറ്റം വൈകാരികമായ ചില മുഹൂർത്തങ്ങൾക്കാണ് പിന്നീട് ആ സദസ്സ് സാക്ഷ്യം വഹിച്ചത്. മഞ്ഞേറും വിണ്ണോരം മഴമായും പോലെ തിരക്കുകൾക്കും ജീവിത പ്രാരാബ്ധങ്ങൾക്കുമിടയിൽ അച്ഛനമ്മമാരുടെ വേദനകൾ മനസ്സിലാക്കാത്ത മക്കളും മക്കളുടെ മാനസികാവസ്ഥകൾ തിരിച്ചറിയാതെ പോകുന്ന മാതാപിതാക്കളും ഇന്നത്തെ കാലത്തെ ഒരു യാഥാർത്ഥ്യമാണ്. സ്നേഹത്തെ വീണ്ടെടുക്കുക എന്നല്ലാതെ നമ്മുടെ കുട്ടികൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാനാണ്? സ്നേഹത്തിൻ്റെ തണലിൽ നടക്കുക എന്നല്ലാതെ നമ്മുടെ കുട്ടികൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാനാണ്? അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ഗ്രേഡുകളല്ല, മറിച്ച് തങ്ങൾ സ്നേഹിക്കപ്പെടുന്നതെന്നും സ്നേഹത്തിന് മൂല്യമുണ്ടെന്നുമുള്ള ഓർമ്മയാണെന്നുള്ളത് വലിയ കാര്യമാണല്ലോ. സംസാരിക്കാനുള്ള മടി കൊണ്ട് അവർക്കിടയിൽ രൂപപ്പെടുന്ന ആ മാനസിക അകലം ഇല്ലാതാക്കി സ്നേഹത്തിന്റെ ഇഴയടുപ്പം വർദ്ധിപ്പിക്കാൻ ഈ ക്ലാസ് ഏറെ സഹായിച്ചു. എന്താണ് അച്ഛനും അമ്മയുമായിട്ടുള്ളൊരു അറ്റാച്ച്മെന്റ് ഇനി എന്തുണ്ടെങ്കിലും ഞങ്ങൾ വീട്ടുകാരോട് ഷെയർ ചെയ്യും. ഞങ്ങൾക്ക് ഏറ്റവും വലുത് ഞങ്ങളുടെ രക്ഷാകർത്താക്കളാണെന്ന് കുട്ടികൾ പറഞ്ഞു പോയതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത്. ഈ ലോകത്തിൽ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അച്ഛനും അമ്മയുമാണെന്ന് കുട്ടികളും തങ്ങളുടെ മക്കളുടെ സങ്കടങ്ങൾ കേൾക്കാൻ തങ്ങളോളം മറ്റാരുമില്ലെന്ന് മാതാപിതാക്കളും തിരിച്ചറിഞ്ഞപ്പോൾ അതൊരു കണ്ണു നനയിക്കുന്ന ഒത്തുചേരലായി മാറി. ലഹരിയുടെയും വഴിതെറ്റിക്കുന്ന കൂട്ടുകെട്ടുകളുടെയും മായാവലയങ്ങളിൽ കുരുങ്ങാതെ പുതുതലമുറയെ സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ഈ വേദി കാരണമായി. നഷ്ടപ്പെട്ടെന്ന് കരുതിയ കുടുംബത്തിന്റെ ഊഷ്മളമായ സ്നേഹം തിരികെ കെട്ടിയെടുത്തതിന്റെ നിറവിൽ വിദ്യാലയത്തോട് നന്ദി പറഞ്ഞാണ് ഓരോരുത്തരും വീടുകളിലേക്ക് മടങ്ങിയത്. തികച്ചും പുതിയൊരു അനുഭവവുമായി കേവലം ഒരു അക്ഷരമുറ്റം എന്നതിലുപരി നാടിന്റെയും നാട്ടുകാരുടെയും കുടുംബ ബന്ധങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സ്നേഹത്തിന്റെ തണലാവുകയാണ് ലക്ഷ്മിവിലാസം ഹൈസ്കൂൾ. അഭിമാനപൂർവ്വം 63ാം അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ നാടിനെ നേർവഴിക്ക് നയിക്കുന്ന യഥാർത്ഥ മാർഗദീപമായി ഈ വിദ്യാലയം പ്രഭ ചൊരിയുന്നു. റിപ്പോർട്ടർ ആനന്ദു ഭുവനചന്ദ്രനൊപ്പം ന്യൂസ് ഡെസ്ക് 100 ന്യൂസ് കേരളം.